ഇന്ന് നമ്മൾ പല ക്ലാസ്സുകളിലും നമ്മൾ പഠിച്ചു ഡിഡിന്റെ ഉപയോഗം, അതുപോലെ തന്നെ ഡസൻ ഹാവ്, ഡോൺ ഹാവ്, ഇതിന്റെ എല്ലാം ഉപയോഗവും നമ്മൾ ഒത്തിരി ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ എത്ര പഠിച്ചാലും വീണ്ടും വീണ്ടും എൻ്റെ കമന്റ് ബോക്സിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡൗട്ടാണ്, എങ്കിൽ ഇങ്ങനെ എഴുതിയാൽ തെറ്റുമോ മേഡം, ഇങ്ങനെ എഴുതിയാൽ ഡിഡിന്റ് ഉപയോഗിച്ചാൽ തെറ്റുമോ, അവിടെ ഡോണ്ട് ഉപയോഗിച്ചാൽ തെറ്റിപ്പോവോ, ഇങ്ങനെയൊക്കെയുള്ള പല പല പ്രശ്നങ്ങൾ. അപ്പൊ ഇന്ന് നമുക്കതൊന്ന് ക്ലിയർ ചെയ്തേക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, ശ്രദ്ധിച്ച് പഠിക്കാം. ഇപ്പൊ ഞാൻ ബോർഡിൽ ഡിഡ് നോട്ട് ആണ് എഴുതിയേക്കുന്നത്, അതായത് ഡിഡിന്റ് അല്ലെ, അതിനെ നമ്മൾ ഡിൻഡ് എന്നും പറയുന്നു. ഇതാണ് നമ്മൾ ഇന്ന് ആദ്യം നോക്കുന്നത്. ഇതേതാണ്? ഡിഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ഏത് ടെൻസ് ആണ്? പാസ്റ്റ് ആണ്. പാസ്റ്റ് ടെൻസിലുള്ള കാര്യമാണ് ഡിഡ് എന്നുള്ളത്. അപ്പൊ ഞാനിവിടെ ഒരു സെന്റൻസ് എഴുതാൻ പോവുകയാണ്. ഐ wrote a letter. What is the meaning? ഞാനൊരു കത്ത് എഴുതി. എഴുതി എന്നാണ് ഇത് ഇവിടെ പറയുന്നത്. കത്ത് എഴുതി. ഇനി എനിക്ക് പറയേണ്ടത് എന്താണ്? ഞാനൊരു കത്ത് എഴുതിയിട്ടില്ല എന്ന് വേണം, അല്ലെങ്കിൽ എഴുതിയില്ല എന്ന് പറയണം. അതിന് പറയാനാണ് നമ്മൾ ഐ ഡിഡ്ന്റ് റൈറ്റ് എ ലെറ്റർ എന്നായി മാറുന്നത്. എന്താണ്? ഐ ഡിഡ്ന്റ്. പിന്നെ ഇവിടെ റോട്ടല്ല വന്നത്, റൈറ്റ് ആണ് വന്നത്. ഇത് നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്. ഐ ഡിഡ്ന്റ് റൈറ്റ് എ ലെറ്റർ. ഞാൻ കത്ത് എഴുതിയിട്ടില്ല, അല്ലെങ്കിൽ കത്ത് എഴുതിയില്ല. എഴുതിയില്ല എന്ന് പറയാം. എഴുതിയില്ല, എഴുതിയില്ല എന്ന് പറയാം. അതായത് ആദ്യം നമ്മൾ സിമ്പിൾ പാസ്റ്റിലെ സബ്ജക്റ്റ് V2 ഉപയോഗിച്ചപ്പോൾ എഴുതി എന്നായി. അത് ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയാനാണ് നമ്മൾ എന്ത് ഉപയോഗിച്ചത്? ഡിഡിന്റ് ഉപയോഗിച്ചത്. ക്ലിയർ ആയല്ലോ? ഇനി നിങ്ങൾ മാറിപ്പോകല്. അതേപോലെ ഷീ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഷീ റോട്ട്, അവൾ എഴുതി. ഇനി അവൾ എഴുതിയിട്ടില്ല, അല്ലെങ്കിൽ അവൾ എഴുതിയില്ല എന്ന് പറയണമെങ്കിൽ നമുക്ക് എങ്ങനെ പറയണം? ഷീ ഡിഡിന്റ് ആണ് ഉപയോഗിക്കേണ്ടത്. ഡിഡിന്റ് കഴിഞ്ഞിട്ട് പിന്നെ V2 പോകരുത്, V1 തന്നെ പോകണം. ഷീ ഡിഡിന്റ് റൈറ്റ്. ഇതെല്ലാവർക്കും അറിയാം. നമ്മൾ പാസ്റ്റ് ടെൻസിനെ നെഗറ്റീവ് സെന്റൻസ് ആക്കണമെങ്കിൽ ഡിഡ് ഉപയോഗിച്ചിട്ട് പ്ലസ് V1 ആണ്, V2 അല്ല. ഇതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇവിടെ പ്രശ്നം പറ്റുന്നത് ഏതാണ്? ചിലവർ അവിടെ പോയിട്ട് എന്ത് എഴുതും? ഡിഡിന്റ് ഹാവ് എന്ന് എഴുതും. അവിടെയാണ് പ്രശ്നം നിങ്ങൾക്ക് എപ്പോഴും പറ്റുന്നത്. അപ്പൊ നമുക്ക് ഡിഡിന്റ് ഹാവ് എന്താണ് എന്ന് നോക്കാം. നിങ്ങൾ ഇനി നോക്കൂ. ഐ ഹാഡ് എ പെൻ, ഹി ഹാഡ് എ കാർ, അനിൽ ഹാഡ് എ ബുക്ക് എന്നാണ് ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത്. ഇവിടെ എന്താണ് ഈ ഹാഡിന്റെ അർത്ഥം? എന്താണ്? ഉണ്ടായിരുന്നു എന്ന അർത്ഥമാണ് ഇവിടെ ഹാഡിനുള്ളത് അല്ലെ. എനിക്ക് പേന ഉണ്ടായിരുന്നു, അവന് പേന കാറ് ഉണ്ടായിരുന്നു, അനിലിന് ബുക്ക് ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ എന്താ ഉപയോഗിച്ചത്? ഉണ്ടായിരുന്നു എന്ന വാക്കിന് ഹാഡാണ് ഉപയോഗിച്ചത്. എനിക്കതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു അല്ലെ, പാസ്റ്റ് അതൊക്കെ പേനയും ബുക്കും ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു. എനിക്ക് ഉണ്ടായിരുന്നില്ല എന്ന് പറയാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഐ ഹാഡ് എ പെൻ, എനിക്ക് പേന ഉണ്ടായിരുന്നു. എനിക്ക് പേന ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ ഐ ഡിഡ്ന്റ് ഹാവ് എ പെൻ. എനിക്ക് പേന ഉണ്ടായിരുന്നില്ല. പാസ്റ്റിൽ എനിക്ക് ഉണ്ടായിരുന്നില്ല. അവിടെ നമ്മൾ ഉപയോഗിച്ചത് എന്താണ്? ഡിഡിന്റ് ഹാഡ് അല്ല ഉപയോഗിച്ചത്. ഇനി നിങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കല്, ഐ ഹാഡ് എ പെൻ എന്ന് എഴുതിയാലും ഞാൻ ഇവിടെ ഡിഡിന്റ് ഹാഡ് അല്ല ഉപയോഗിച്ചത്. ഇവിടെ ഉപയോഗിച്ചത് എന്താണ്? ഡിഡിന്റ് ഹാവ് എ പെൻ. എനിക്ക് പേന ഉണ്ടായിരുന്നില്ല. അവന് കാർ ഉണ്ടായിരുന്നില്ല. ഹി ഡിഡിന്റ് ഹാവ് എ കാർ. കാറ് ഉണ്ടായിരുന്നില്ല. ഡിഡിന്റ് ഹാവ് എ കാർ. അനിലിന് ബുക്ക് ഉണ്ടായിരുന്നില്ല. അനിൽ ഡിഡിന്റ് ഹാഡല്ല, ഹാവ് എ ബുക്ക്. ബുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്താണ്? ഡിഡിൻ ഹാവ് ആണ് നമ്മൾ ഉപയോഗിച്ചത്. ഡിഡിൻ ഹാവ് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് വന്നിരിക്കുന്നതെല്ലാം എന്താണ്?
ഒരു സാധനത്തിന്റെ പേര്, അല്ലാണ്ട് വേർബ് അല്ല വന്നിരിക്കുന്നത്, ഓർത്തു വെക്കുക. ഇവിടെ എല്ലാം വന്നിരിക്കുന്നത് ഒരു നൗണാണ്. ഐ ഹാഡ് എ പെൻ, കാർ എന്നുള്ളത് ഹി ഡിഡിന്റ് ഹാവ് എ കാർ. പിന്നെ അനിൽ ഡിഡിന്റ് ഹാവ് എ ബുക്ക്, ഐ ഡിഡിന്റ് ഹാവ് എ പെൻ. ഇവിടെയെല്ലാം ഡിഡിന്റ് ഹാവ് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത് എന്താണ്? നൗണാണ്, വേർബ് അല്ല. അത് നിങ്ങളുടെ മനസ്സിൽ പതിയട്ടെ. ഡിഡിന്റ് ഹാവ് കഴിഞ്ഞ് വരുന്നത് നൗണാണ്. എന്തെങ്കിലും ഒരു സാധനത്തിന്റെയോ വസ്തുവിന്റെയോ ഒക്കെ പേരുകളാണ് വരുന്നത്, അല്ലാണ്ട് അവിടെ വേർബ് അല്ല വന്നിരിക്കുന്നത്. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇങ്ങനെയാണ്, അപ്പൊ വേർബ് എവിടെ വരും? പറഞ്ഞു തരാം. ഇപ്പൊ ഞാൻ ഇവിടെ എഴുതിയേക്കെന്ന് നോക്കൂ. ഐ ഹാവ് ടു ഗോ ടു വേണം. I have to go to the market. She has to go to the market. He had to go to the market. ഇവിടെ എന്താണ് ഞാൻ ചേർത്തിരിക്കുന്നത്? ഇതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നൊരു കാര്യമാണ്. എന്തെങ്കിലും എപ്പോഴും ചോദിക്കുന്നതുകൊണ്ട് ഒന്നും കൂടെ ക്ലിയർ ചെയ്യാം. ഹാവ് ടു, ഹാവ് തന്നെയല്ല ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത്. ഹാവ് ടു, ഹാസ് ടു, ഹാഡ് ടു, ഇതാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. എന്താണ്? ഹാവ് ടു, ഹാസ് ടു. ഐ ഹാവ് എന്നല്ല പറഞ്ഞേ, ഷീ ഹാസ് എന്നുമല്ല പറഞ്ഞേ. അത് കഴിഞ്ഞിട്ട് എന്ത് ചേർത്തിട്ടുണ്ട്? ഹാവ് ടു ഉണ്ട്, ഹാസ് ടു ഉണ്ട്, ഹാഡ് ടു ഉണ്ട്. അപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹാസ് ഹാവ് കഴിയുമ്പോൾ എന്ത് വരണം? V3 വരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവിടെ V3 ആണോ വന്നിരിക്കുന്നത്? ഗോ 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 അല്ല. കാര്യം എന്താണ്? ഹാവ് കഴിഞ്ഞിട്ട് നമ്മൾ ടു ചേർത്ത് കഴിഞ്ഞു. ഹാസ് കഴിഞ്ഞിട്ട് ടു ചേർത്തു, ഹാഡ് കഴിഞ്ഞിട്ട് ടു ചേർത്തു. ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വേർബ് എപ്പോഴും എങ്ങനെയാണ്? V1 ഫോമിലാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ടു കഴിഞ്ഞാൽ വേർബ് V1 ഫോമിലാണ്. അപ്പോൾ ഐ ഹാവ് ടു ഗോ ടു ദ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് മാർക്കറ്റിൽ പോയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് മാർക്കറ്റിൽ പോകേണ്ടതുണ്ട്, പോകേണ്ട കാര്യമുണ്ട്, പോയേ പറ്റുള്ളൂ, എനിക്ക് മാർക്കറ്റിൽ പോയേ പറ്റത്തുള്ളൂ. അതിനാണ് നമ്മൾ ഹാവ് ടു ഉപയോഗിക്കുന്നത്. ഷീ ഹാസ് ടു ഗോ ടു ദ മാർക്കറ്റ്, അവൾക്ക് മാർക്കറ്റിൽ പോയേ പറ്റത്തുള്ളൂ. ഹി ഹാഡ് ടു ഗോ ടു മാർക്കറ്റ്, ഹാഡ് എന്താണ് അപ്പോൾ അവിടെ വന്നപ്പോൾ? അവള് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് മാർക്കറ്റിൽ പോകേണ്ടതുണ്ടായിരുന്നു, ഒരു അത്യാവശ്യ കാര്യത്തിന് ഞാൻ പോയിട്ട് വന്നതാണ്, പോകേണ്ടതുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ എന്താണ്? ഹാവ് ടു, ഹാസ് ടു, പോയേ പറ്റുള്ളൂ, ഇവിടെ പോയേ പറ്റത്തുള്ളൂ. ഇവിടെ എന്താണ്? പോകേണ്ടതുണ്ടായിരുന്നു, കാരണം ഹാഡ്. ഇനി ഞാൻ പറയാണ് എനിക്ക് പോകേണ്ടതില്ല. ഐ ഹാവ് ടു ഗോ ടു ദ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് മാർക്കറ്റിൽ പോയേ പറ്റുള്ളൂ. ഇനി എനിക്ക് പോകേണ്ടതില്ല, നെഗറ്റീവ് വരണ്ടേ അതിന്റെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ത്? ഐ ഡോണ്ട് ഹാവ് ടു ചേർത്തു. ഐ ഡോണ്ട് ഹാവ് ടു ഗോ ടു ദ മാർക്കറ്റ്. ഇവിടെ നമ്മൾ എന്താ ചേർത്തത്? ഡോണ്ട് ഹാവ് എന്ന് മാത്രമല്ല ചേർത്തത്, ഇവിടെ നമ്മളൊരു +2 കൂടെ ചേർത്തു. സോ ഐ ഡോണ്ട് ഹാവ് ടു ഗോ ടു ദ മാർക്കറ്റ്, എനിക്ക് മാർക്കറ്റിൽ പോകേണ്ടതില്ല എന്നായി മാറി. അപ്പൊ ഇനി നിങ്ങൾ ഇവിടെ നോക്കൂ. ഷീ ഹാസ് ടു ഗോ ടു ദ മാർക്കറ്റ്, അവൾക്ക് അവളാണ്, അതുകൊണ്ട് നമ്മൾ ഉപയോഗിച്ചത് എന്താണ്? ഹാസ് ആണ്. ഈ ഹാസ് ടു ഹാവ് ടു നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ എടുത്തു പോയതിന്റെ ലിങ്ക് ഇവിടെ നിങ്ങൾക്ക് തരാം, അത് ക്ലിക്ക് ചെയ്ത് നിങ്ങളത് പഠിക്കാം. ഷീ ഹാസ് ടു ഗോ ടു ദ മാർക്കറ്റ്, പോകേണ്ടത് ഉണ്ട്, എനിക്ക് അത്യാവശ്യമാണ്, എനിക്ക് പോയേ പറ്റത്തുള്ളൂ. ഇനി എനിക്ക് പോകേണ്ടതില്ല എന്ന് പറയാൻ ഇവിടെ ഷീ ആയതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഷീ ഡസിന്റ് ഹാവ് ആണ്. പിന്നെ നമ്മൾ അവസാനിപ്പിച്ചില്ല, ടു ചേർത്തു, ഡസിൻ ഹാവ് ടു ചേർത്തു, ഗോ ടു ദ മാർക്കറ്റ്. ഡസിൻറ്റ് ഹാസ് അല്ല ചേർത്തത്, ഡസിൻ ഹാവ് ആണ്. ഡസിൻ ഹാസ് ഇല്ല, ഡസിൻ ഹാവ് ടൂവും കൂടി ഉണ്ട്, +2. ഡോണ്ട് ഹാവ് +2 ഉണ്ട്. അല്ലാണ്ട് ഡോണ്ട് ഹാവ് എന്ന് പറഞ്ഞ് നമ്മളിവിടെ അവസാനിപ്പിച്ചില്ല, ഡസിൻ ഹാവ് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചില്ല, +2 കൊടുത്തു. അപ്പൊ എന്താണ് അതിന് ശേഷം വന്നത്? വേർബാണ്. അഗൈൻ ഹി ഹാഡ് ടു ഗോ ടു ദ മാർക്കറ്റ്. അപ്പോൾ പോകേണ്ടതുണ്ടായിരുന്നു, നമ്മൾ പോയി കഴിഞ്ഞിട്ട് പറയുകയാണ് എനിക്കൊരു നിർബന്ധമായിട്ട് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, എനിക്ക് അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഹി നെഗറ്റീവ് അല്ലേ, അപ്പോ ഡിഡിന്റ് ഹാവ് എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെയും അവസാനിപ്പിക്കത്തില്ല. ഹാവ് ടു ഗോ ടു ദ മാർക്കറ്റ് എങ്ങനെയാണ്? ഡിഡിൻ ഹാവ് ടു ഗോ ടു ദ മാർക്കറ്റ്. പക്ഷെ നമ്മൾ ഡിഡിൻ ഹാവ് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, എവിടെയാണ് അത്? നമ്മൾ ഐ ഡിഡിൻ ഹാവ് എ കാർ, നൗണാണ് നമ്മൾ അവിടെ ഉപയോഗിച്ചത്. പക്ഷെ ഇവിടെ നമ്മൾ വേർബ് വന്നപ്പോൾ എന്ത് ചെയ്തു? ഹാവ് കഴിഞ്ഞിട്ട് ഒരു 2 കൊടുത്തു, ഡസിൻ ഹാവ് കഴിഞ്ഞിട്ട് 2 കൊടുത്തു, ഡോൺ ഹാവ് കഴിഞ്ഞിട്ട്
ടു കൊടുത്തു. ഇവിടെയെല്ലാം ടു കൊടുത്തതിന് ശേഷമാണ് എന്ത് വന്നത്? വേർബ് വന്നത്. ക്ലിയർ ആയോ? ഇനി നിങ്ങൾ വീണ്ടും ചോദിക്കില്ല ഡിഡിൻ ഹാവ് ടു എന്ന് പറയുന്നതിന്റെ അപ്പുറത്ത് ഡിഡിൻറ്റ് മാത്രം ഉപയോഗിക്കാമോ? ചിലവരുടെ ഒരു ചോദ്യം ഇങ്ങനെയാണ്, അതായത് ഐ ഡിഡിൻ ഹാവ് ടു ഗോ ടു ദ മാർക്കറ്റ് എന്നതിന് പകരം ഐ ഡിഡിൻറ്റ് ഗോ ടു ദ മാർക്കറ്റ് എന്ന് പറയാമോ? പറയാൻ പറ്റുമോ? ഇതെന്താണ്? ഹാഡ് ടുവിന്റെ പാസ്റ്റ് ആണ് ഡിഡിൻ ഹാവ് ടു എന്നുള്ളത്. മറ്റേതെന്താണ്? സിമ്പിൾ പാസ്റ്റിന്റെ പാസ്റ്റ് ആണ് വെറും ഡിഡിൻറ്റ് പ്ലസ് V1 എന്നുള്ളത്. അത് ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത് നിർബന്ധമായിട്ടും പോകേണ്ടതുണ്ടായിരുന്നില്ല. ഐ ഡിഡിൻറ്റ് ഹാവ് ടു. ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? അപ്പൊ ഇവിടെയെല്ലാം നമുക്ക് വേർബ് വന്നത് എങ്ങനെയാണ്? ഡോൺ ഹാവ് പ്ലസ് ടു പ്ലസ് V1. ഹി ഡസൻ ഹാവ് പ്ലസ് ടു പ്ലസ് V1. ഹാഡ് ടു ഉപയോഗിച്ചപ്പോഴോ ഡിഡിൻ ഹാവ് ടു പ്ലസ് V1. ക്ലിയർ? ഇനി സംശയമുണ്ടോ ഈ കാര്യത്തിൽ? അപ്പൊ ഇനി നിങ്ങൾക്ക് സംശയം വരും, അപ്പോൾ ഡോൺ ഹാവും ഡസൻ ഹാവും എവിടെയാണ് ഉപയോഗിക്കുന്നത്? പറയാം. അപ്പൊ നിങ്ങൾ നോക്കൂ, ഐ ഹാവ് എ ബുക്ക്. എനിക്കൊരു പേന ഉണ്ട്, അല്ല ബുക്ക് ഉണ്ട്. ഷീ ഹാസ് എ ബുക്ക്. അവൾക്ക് ബുക്ക് ഉണ്ട്. ദേ ഹാഡ് എ ബുക്ക്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ബുക്ക് ഉണ്ടായിരുന്നു. ഇനി എനിക്ക് ബുക്ക് ഇല്ല എന്നാണ് ഇനി പറയേണ്ടത്. എനിക്ക് ബുക്ക് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു, എനിക്ക് ബുക്ക് ഇല്ല എന്ന് പറയാൻ ഐ ഡോണ്ട് ഹാവ് എ ബുക്ക്. ബുക്ക് ഇല്ല. ഇവിടെ നമ്മൾ ടു ചേർത്തോ? ടു ചേർത്തിട്ടില്ല. ഇവിടെ നമ്മൾ ഡോൺ ഹാവ് എന്ന് പറഞ്ഞിട്ട് നൗൺ ആണ് കൊടുത്തത്. ഐ ഡോൺ ഹാവ് ടു ചേർത്തതിന് ശേഷം നമുക്ക് വേർബ് വരണം. നമ്മൾ നേരത്തെ പഠിച്ചു. ഐ ഡോണ്ട് ഹാവ് എ ബുക്ക്. എനിക്കൊരു ബുക്ക് ഇല്ല. ഷീ ഹാസ് എ ബുക്ക്. അവിടെ നമുക്ക് ഉപയോഗിക്കേണ്ടത് ഷീ ഡസിൻറ്റ്. ഹാസ് അല്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഡസിൻറ്റ് ഹാവ് എ ബുക്ക്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് ഡസിൻറ്റ് ആണ്. ഡസിൻറ്റ് ഹാസു അല്ല ഉപയോഗിച്ചത്, ഡസിൻ ഹാവ് ആണ്. അതിനുശേഷം ഒരു ടു ഒന്നുമില്ല, നൗൺ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ദേ ഹാഡ് എ ബുക്ക്. ബുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഇത് നിങ്ങൾ അതിന്റെ നെഗറ്റീവ് പറയൂ. നമ്മൾ പഠിച്ചതല്ലേ, ദേ ഡിഡിൻറ്റ്. ഹാഡ് അല്ല, ഡിഡിൻ ഹാവ് ആണ്. ദേ ഡിഡിൻ ഹാവ് എ ബുക്ക്. ഡിഡിൻ ഹാഡ് ആണെന്ന് വിചാരിച്ചിട്ട് ഇവിടെ പോയി ഡിഡിൻ ഹാഡ് എന്ന് നിങ്ങൾ പറയരുത്. ദേ ഡിഡിൻ ഹാവ് എ ബുക്ക്. ബുക്ക് ഉണ്ടായിരുന്നില്ല. ക്ലിയർ? എല്ലാം കൂടി ഞാൻ ഒന്നും കൂടി എഴുതി കാണിച്ചു തരാം. ഐ ടുക്ക് ആൻ ആപ്പിൾ. ഐ ടുക്ക് ആൻ ആപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഞാനൊരു ആപ്പിൾ എടുത്തു. ടുക്ക്, ടേക്ക്, ടുക്ക്, ടേക്ക്. ഞാനൊരു ആപ്പിൾ എടുത്തു. ഇനി ഞാൻ ആപ്പിൾ എടുത്തിട്ടില്ല എന്ന് എങ്ങനെ പറയും? ഐ ഡിഡിൻറ്റ് ടേക്ക്. ഐ ഡിഡിൻറ്റ് ടേക്ക് ആൻ ആപ്പിൾ. എടുത്തിട്ടില്ല. ഐ ഡിഡിൻറ്റ് വന്നു, V1 വന്നു. ഷീ ഹാഡ് ടു ടേക്ക് ആൻ ആപ്പിൾ. ഷീ ഹാഡ് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കില്ല, ഹാഡ് ടു. ഷീ ഹാഡ് ടു ടേക്ക് ആൻ ആപ്പിൾ. അവൾക്കൊരു ആപ്പിൾ എടുക്കേണ്ടി വന്നു, അല്ലെ? എടുക്കേണ്ടതുണ്ടായിരുന്നു എന്ന് വെച്ചാൽ എടുക്കേണ്ടി വന്നു. അപ്പോൾ അവൾക്ക് ആപ്പിൾ എടുക്കേണ്ടി വന്നില്ല എന്നാണ് ഇനി നമുക്ക് ഇതിന്റെ ഹാഡ് ടു. ഹാഡ് മാത്രമല്ല ഉള്ളത്, ടു ഉണ്ട്. നിങ്ങൾ അത് ശ്രദ്ധിക്കണം. അപ്പൊ എങ്ങനെ പറയണം? ഷീ ഏതാണ് പറയൂ നിങ്ങൾ? ഡിഡിൻ. പാസ്റ്റ് ആയതുകൊണ്ട് ഡിഡിൻ ഹാവ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കരുത്. ടു ഉണ്ട്. ഡിഡിൻ ഹാവ് ടു ടേക്ക് ആൻ ആപ്പിൾ. ഈ ഡിഡിൻ ഹാവ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കൽ ഈ ടൂവും ചേർത്തിരിക്കണം. അപ്പോൾ ഡിഡിൻ ഹാവ് ടു. കാരണം ഇവിടെ ഹാഡ് ടു വന്നതുകൊണ്ട് ഇവിടെ എത്തിയപ്പോൾ ഹാഡ് ടു അല്ല, ഹാവ് ടു തന്നെയാണ്. കാരണം ഇതൊരു പാസ്റ്റ് ആണ്. ഡിഡിൻ ഹാവ് ടു എടുക്കേണ്ടി വന്നില്ല. ദേ ഹാവ് ടു ടേക്ക് ആൻ ആപ്പിൾ. അവർക്ക് ആപ്പിൾ എടുക്കേണ്ടതുണ്ട്. ഒരു നിർബന്ധമാണ്. എടുക്കേണ്ടതുണ്ട്. അപ്പൊ എങ്ങനെ നമ്മൾ പറയണം? എടുക്കേണ്ടതില്ല. ദേ ഹാവ് ടു ആണ്. ഹാവ് എന്ന് മാത്രമല്ല ഉള്ളത്, ഹാവ് ടു എന്നുണ്ട്. അപ്പൊ എങ്ങനെ എഴുതണം? ദേ ആയതുകൊണ്ട് ഡോണ്ട്. ദേ ഡോണ്ട് ഹാവ് ടു ടേക്ക് ആൻ ആപ്പിൾ. ദേ ഡോണ്ട് ഹാവ് എന്നും പറഞ്ഞ് നമ്മൾ അവസാനിപ്പിച്ചില്ല, ഹാവ് ടു ചേർത്തും. ഹി ഹാസ് ടു ടേക്ക് ആൻ ആപ്പിൾ. ഹി ഹാസ് ടു. ഹാസ് എന്ന് മാത്രമല്ല, ഹാസ് ടു എന്നുണ്ട്, ടേക്ക് ആൻ ആപ്പിൾ. അപ്പൊ നമ്മൾ അത് എങ്ങനെ എഴുതണം? അവൾക്ക് എടുക്കേണ്ടതില്ല എന്ന് പറയാൻ എങ്ങനെ എഴുതണം? ഹി ഡസിൻറ്റ്. ഹി ഡസിൻറ്റ്. ഹാസ് എന്നല്ല, ഹാവ് ആണ്. ഞാൻ ഒത്തിരി വട്ടം പറഞ്ഞു, ഇങ്ങനെയും അവസാനിപ്പിക്കല്. ടു ഉണ്ട്. ഡസിൻ ഹാവ് ടു വേർബ്. അപ്പൊ എന്താ മനസ്സിലായത്? ഇതിന്റെ എല്ലാം കൂടെ നമ്മൾ എന്ത് ചേർത്തു?
ടു കൊടുത്തു അല്ലെ. ഡിഡിന്റ് നമുക്കറിയാം, ഡിഡിന്റ് ഹാവ് ടു ചേർത്തു, ഡോൺ ഹാവ് ടു ചേർത്തു, ഡസൻ ഹാവ് ടു ചേർത്തു. അതായത് ഇതിന്റെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വേർബാണ് കൊടുത്തത്. കാരണം ഹാഡെന്ന് മാത്രം നിങ്ങൾ കേൾക്കുന്നതാണ് ഈ പ്രശ്നം പറ്റുന്നത്. ഹാഡ് ടു, ഹാവ് ടു, ഡസൻ ഹാവ് ടു അത് പറയുകയാണെങ്കിൽ ഹാവ് ടു. ക്ലിയർ ആയല്ലോ? ഇനി നിങ്ങൾ ഇത് സംശയം ചോദിക്കല്. ഡിഡിന്റ് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ, ഡിഡിൻ ഹാവ് ടു എന്ന് പറയുന്നത് ഹാഡ് ടുവിന്റെ പാസ്റ്റ് ആണ്, ഹാഡ് ടു. ഡോൺ ഹാവ് ടു എന്ന് പറയുന്നത് എന്തിന്റെയാണ്? ഹാവ് ടുവിന്റെയാണ്. അതേപോലെ ഡസിൻ ഹാവ് ടു ഹാസ് ടുവിന്റെ പാസ്റ്റ് ആണ്. ക്ലിയർ? ഇനി ഈ ടു ഒന്നുമില്ലാതെ, അതായത് ഡോൺ ഹാവ്, ഇനി ഈ ടു ഇല്ലെങ്കിൽ ഇവിടെ വരുന്നത് ഒരു നൗൺ ആണ്. ഡസൻ ഹാവ്, ഇവിടെ ടു ഇല്ലെങ്കിൽ ഇവിടെ വരുന്നത് ഒരു നൗൺ ആണ്. ഡിഡിൻ ഹാവ്, ടു ഇല്ലെങ്കിൽ, ഡിഡിൻ ഹാവ് എന്ന് മാത്രമാണെങ്കിൽ പ്ലസ് എന്താണ് വരുന്നത്? ഒരു നൗൺ ആണ്. മനസ്സിലായോ? ഇനിയും നിങ്ങൾക്ക് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഞാൻ നേരത്തെ തന്ന ക്ലാസ്സുകൾ ഒന്നും കൂടെ കേട്ട് നോക്കുക. വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇങ്ങനെ ഓർത്താൽ മതി, ടു ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വേർബാണ്, ഇനി അതല്ലെങ്കിൽ അത് നൗണിലാണ്. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ കമന്റ് ബോക്സിൽ കൊടുക്കുക. പിന്നെന്താണ്, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്ക് നാളെ വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്